ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് രാജഗിരി ഹോസ്പിറ്റലിലാണ്. രാജഗിരി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂർ റൂട്ടിലാണ്. ആലുവയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോരണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഞാൻ ചെക്കപ്പിന് വന്നതാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ പരസ്യം കണ്ട് വാത്സല്യം സൗജന്യ പിയോട്രാട്രിക് ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഹൃദയത്തിന് തകരാറ് വന്നപ്പോൾ ഒരു നിവൃത്തിയില്ലാണ്ട് ആ കുട്ടി മമ്മൂട്ടിക്ക് ഒരു മെസ്സേജ് അയക്കുകയും ആ കുട്ടിയുടെ ചികിത്സ മമ്മൂട്ടി ഏറ്റെടുത്ത് ഈ ഹോസ്പിറ്റലിൽ വെച്ച് മമ്മൂട്ടി ഈ രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ ശസ്ത്രക്രിയ ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ നടത്തി കൊടുക്കുകയും ആ കുട്ടി പരിപൂർണ അസുഖം ഭേദമായി പോവുകയും ചെയ്തു. ഒരുപാട് ചിലവുള്ള ഒരു ഓപ്പറേഷനാണത്. ഇപ്പോൾ അത് 14 വയസ്സിന് താഴെയുള്ള 20 കുട്ടികൾക്ക് കൂടി, 20ആണോ 200 ആണോ എന്നറിയില്ല, കുട്ടികൾക്ക് കൂടി ചെയ്തു കൊടുക്കുവാൻ മമ്മൂട്ടിയും രാജഗിരി ഹോസ്പിറ്റലും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. വാത്സല്യം പീഡിയാട്രിക് റോബോട്ടിക് ശസ്ത്രക്രിയ പദ്ധതി. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അസുഖമുള്ളവർക്ക് മമ്മൂട്ടിയുടെ വക ചെയ്തു കൊടുക്കുന്നതാണ്. അതാണ് മമ്മൂട്ടി. അതും ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ, കേരളത്തിലെ നിന്ന് അറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാനുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുള്ള ഒരു ഹോസ്പിറ്റലിലാണ് മമ്മൂട്ടി ഇങ്ങനെ ഒരു സൗജന്യ ചികിത്സ ചെയ്തു കൊടുക്കുന്നത്. അതും അദ്ദേഹത്തിന് അസുഖമില്ലാതെ ഇരിക്കുന്ന സമയത്ത്. എന്തുകൊണ്ടും മമ്മൂട്ടി തിരഞ്ഞെടുത്ത ഹോസ്പിറ്റൽ എന്തുകൊണ്ടും വളരെ നല്ല ഹോസ്പിറ്റലായി. അത് എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് ഞാൻ പറയാം. എനിക്ക് ഏകദേശം ഒരു 3 വർഷത്തിന്, ഒരു 2.25 വർഷം മുൻപ്, 3 വർഷം പറയും മുൻപ് ക്യാൻസർ എന്ന ഒരു അസുഖം വന്നു. ക്യാൻസറാണെന്നറിയില്ല, എൻ്റെ സൗണ്ട് പോയാൽ. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കുരക്കിൽ വേദന വന്നു. അപ്പോൾ ഇതിനു മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന ഒരാൾ, ഷാഹു എന്ന് പറഞ്ഞ ഒരുത്തന് ഈ അസുഖം വന്നിരുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെ അവൻ ദയയിൽ പോയി ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് തൊണ്ട ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു കഷ്ണം അവിടെ നിന്ന് എടുത്തിട്ട് അത് ബയോപ്സിക്ക് വിടണം. വിട്ടാലേ അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ, ഇത് എന്താണ് അസുഖം എന്നുള്ളത്. അങ്ങനെ ഞാൻ 2-3 ഡോക്ടറുടെ അടുത്ത് പോയി, തൃശ്ശൂർ പോയി ഇത് ചെയ്ത് എൻഡോസ്കോപ്പി ചെയ്തു നോക്കി. അപ്പോൾ തൊണ്ടര ഉള്ളിൽ ഒരു ഇതുണ്ടെന്ന് പറയും, തടിപ്പ് കാണപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ENT ഡോക്ടർ പറഞ്ഞത് ഇത് ഒന്നിൽ ധൈര്യം ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം, നമുക്കിത് ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് ആ തടിപ്പിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അത് ബയോപ്സിക്ക് അയക്കണം. അയച്ചതിന് ശേഷം മാത്രമേ എന്താണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ, എന്ത് രോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റണില്ല, ശബ്ദമില്ല, വേദന. അപ്പോൾ എന്നിട്ടും ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി, തൃശ്ശൂരാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഒരു കഷ്ണം എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെറ്റിലടിച്ച് നോക്കിയിട്ട് ഈ രാജഗിരി ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞ് നമ്മൾക്ക് ഒന്ന് രാജഗിരിയിലൊന്ന് പോയി നോക്കാം. ഭയങ്കര ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ശബ്ദമില്ല. അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ENTനെ ബുക്ക് ചെയ്തു. ഇവിടെ വന്ന് ഒരു ലേഡി ഡോക്ടറായിരുന്നു, ഡോക്ടർ പേര് എനിക്ക് ഓർമ്മയില്ല, മറന്നു. എന്നാലും ഇന്നും ഈ അടുത്ത ആഴ്ച കാണാൻ പോകുന്നുണ്ട്, എൻ്റെ ലിസ്റ്റ് ഉണ്ട്. പേരല്ലോ പ്രസക്തി എന്ന ഒരു ചെയ്യുന്ന പ്രവൃത്തിയിലല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഞാൻ അവരെ കണ്ട്, അവർ 2 പേരുണ്ടായി. 2 പേര് എന്നെ ഇവിടെ പറഞ്ഞ് ഭയമുണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി ബയോപ്സി എടുത്തപ്പോൾ അവർ കൊണ്ടുപോയി കാണിട്ട് ബയോപ്സി അല്ല, ഈ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ ആ റൂമിൽ എടുക്കാൻ പറഞ്ഞു. ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് എൻ്റെ മൂക്കിൽ കൂടെ 2 പൈപ്പ് ഇട്ടിട്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു കഷ്ണം അവരെടുത്ത് അവർ ബയോപ്സി വിടാനോട് പൊക്കോളാൻ പറഞ്ഞു വീട്ടിലേക്ക്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, അവിടെ നിന്ന് ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ച്. അപ്പോൾ അവിടെ ഉള്ള റേഡിയേഷൻ ഡോക്ടറെ കാണാൻ പറഞ്ഞു, ക്യാൻസർ. അങ്ങനെ റേഡിയേഷൻ ഡോക്ടറെ കണ്ട് റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞ് ഒരു 20 റേഡിയേഷൻ ചെയ്യണം. അത് രാവിലെ
8:30 ഇവിടെ എത്തിയാൽ മതി, 1 മണിക്കൂറിൻ്റെ പണിയുള്ളൂ, കഴിഞ്ഞാൽ പോകാം. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ പൈസയ്ക്ക് ചിലവാണ്, റൂം എടുത്ത് എടുക്കണേ, നമ്മളാണെങ്കിൽ സ്വന്തം വണ്ടിയിൽ മകനുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 6:30 പോകും. പോയി അവിടെ ചെന്ന് 8:30 എന്നെ ഒരു മെഷീൻ, നമ്മളെ സ്കാൻ ചെയ്യാനമായൊരു മെഷീൻ, ആ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ പോരാ. അങ്ങനെ ഒരു 20 ദിവസം ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. മരുന്നൊന്നും ഉണ്ടായില്ല. എനിക്ക് തൊണ്ടവേദനയ്ക്കും ചുമയുണ്ടായി, വേദന സഹിക്കാൻ പറ്റില്ല. അതിനുള്ള ഗുളിക മാത്രം തന്നു, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഗ്യാസിൻ്റെ ഒരു ജാതി മരുന്നു ഇതുമാണ് തന്നത്. അങ്ങനെ അത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പരിപൂർണമായിട്ട് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും കഴിഞ്ഞത്. ഇപ്പം കുഴപ്പമില്ല. അപ്പം എന്നോട് 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോയിരുന്നു. ഇപ്പോൾ അത് 6 മാസമായി. എനിക്കൊരു 3 വർഷത്തോളമായി. ഇന്ന് ഞാൻ പോയിരുന്നു ചെക്കപ്പിന്. പിന്നെ എനിക്ക് നടുവേദനയ്ക്ക് ഡോക്ടറെ കാണാനുണ്ടായി. അവിടെ തൃശ്ശൂരൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്നാൽ മാറ്റി കണ്ടു നോക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് അവിടേക്ക് പോയത്. ചെക്കപ്പ് നടത്തി. പിന്നെ അടുത്ത മാസം പോകണം. വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഒരു കാരണവശാൽ ക്യാൻസർ എന്ന ഒരു പനി വന്നാൽ എങ്ങനെയാണ് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു തേങ്ങ വേണം ഒക്കെ കഴിഞ്ഞാൽ അത്ര കണക്കാക്കുക. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ ഇന്ന് ചെക്ക് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല. നാളത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മളൊരു രോഗം വരുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഡോക്ടർ പറയുന്ന കേൾക്കരുത്. പലരായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കുക. ഞാനെടുത്ത തീരുമാനം കൊണ്ട് എനിക്കൊരു തൊണ്ടയിൽ ഒരു ഓപ്പറേഷൻ ഒഴിവാക്കാൻ പറ്റി. ഇല്ലാതെ തന്നെ എൻ്റെ അസുഖം ഭേദപ്പെട്ടു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൈതപ്പൊളി ചാനലിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.